അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പല ആളുകളും ചോദിക്കുന്നുണ്ട്, കല്യാണം നടക്കാൻ വേണ്ടി എന്തെങ്കിലും ദിക്റുകളോ ഖുർആനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ പറയാനോ ഉണ്ടോ എന്ന്. അപ്പോൾ അവർക്കും മറ്റുള്ളവർക്കും എല്ലാമായിട്ടാണ് ചെറിയ ഒരു വോയിസ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഇന്ന് എത്രയോ ആളുകൾക്ക് കല്യാണം നടക്കാതെ, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലത്തെ ഒരു പുതിയാപ്പളനെ കിട്ടാതെ, അല്ലെങ്കിൽ ഒരു ഭാര്യനെ കിട്ടാത്ത വിഷമത്തിലാണ് പല ആളുകളും. പുതിയാപ്പളക്ക് എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ നന്മകളും ഉണ്ടെങ്കിലും ചില സ്ത്രീകൾക്ക് പറ്റുകയില്ല. അതുപോലെ നേരെ മറിച്ചും മൊത്തത്തിൽ ഇങ്ങനെ കല്യാണം ശരിയാവാതെ 28 വയസ്സും 29 വയസ്സും 30 വയസ്സുമുള്ള ആണുങ്ങൾ, പുരുഷന്മാർ ഒരുപാടുണ്ട്. സ്ത്രീകളെ കൂട്ടത്തിലും പലതും ഉണ്ട്. സ്ത്രീകളെ കൂട്ടത്തിൽ ചില പുതിയാപ്പിളാർ വരുമ്പം അത് ശരിയാവില്ല, വേറെ നോക്കാം എന്ന് പറയും. അങ്ങനെ നല്ല പുതിയാപ്പിളാരൊക്കെ വന്ന് ഇങ്ങനെ പോകും. അവസാനം ഒന്നും അല്ലാത്തൊരാളെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ചില ആളുകൾക്ക്. സമയമാകുമ്പോൾ കല്യാണം കഴിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും കൂടിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമുള്ള ഒരു ദുആ, ഒരു ആയത്ത് ഞാനിവിടെ പറയുന്നുണ്ട്. ആ പറയുന്ന ആയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം, രാത്രി കിടക്കാൻ നേരത്തും, ഉറങ്ങി എഴുന്നേറ്റ് ആ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ തന്നെ ഇരുന്നിട്ടും, നിസ്കാരങ്ങൾക്ക് ശേഷവും 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം, ഉറങ്ങുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം. എഴുന്നേൽക്കുക പറഞ്ഞാൽ നമ്മൾ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറയും. അവിടെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് ഈ ഒരു ആയത്ത് ഓതുക. രാത്രി ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ ദിക്റുകളും ചൊല്ലി അതിന് ശേഷം ഈ ഒരു ആയത്ത് ചൊല്ലാം. പിന്നെ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 11 പ്രാവശ്യം വെച്ച് ഈ ഒരു ദിക്റ് ചൊല്ലിയാൽ, ഈ ഒരു ദുആ ചൊല്ലിയാൽ, ഈ ഒരു ആയത്ത് ചൊല്ലിയാൽ, അതിൽ ആത്മാർത്ഥത വേണം, നല്ല ഇഖ്ലാസ് വേണം, മനസ്സിൽ നന്മ വേണം. 5 വഖ്ത് നിസ്കാരങ്ങൾ കറക്റ്റായിട്ട് കൊണ്ട് നടന്ന് ഇത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അത് പൂർത്തിയാക്കി കൊടുക്കും. ഇൻഷാ അല്ലാഹ്. നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ സാധാരണ ചൊല്ലേണ്ട ദിക്റുകളും ദുആയും എല്ലാം കഴിഞ്ഞതിന് ശേഷം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ഒരു ദുആ 11 വട്ടം ചൊല്ലി മുഖത്ത് കയ്യിലൊന്ന് ഊതിയിട്ട് മുഖം ഒന്ന് തടവുക, നെഞ്ചിലേക്കൊന്ന് ഊതുക. ഈ ദുആ 11 വട്ടം ചൊല്ലിയതിന് ശേഷം 2 മുൻകൈയിൻ്റെ വെള്ളയിലേക്ക് ഊതിയതിനു ശേഷം മുഖം ഒന്ന് തടവുക, നെഞ്ചിലേക്കൊന്ന് ഊതുക. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ച തമ്പുരാനെ, ഞാൻ ഓതിയ ഈ ഒരു ദുആയുടെ ഈ ഒരു ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ അള്ളാഹുവെ എനിക്ക് എത്തിച്ചു തരണേ എന്ന് ദുആ ചെയ്യണം. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയത് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.